വേണ്ട, തന്നെ വളർത്താത്തിന്റെ കുഴപ്പമായിരിക്കും. എന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കരയല്ലടാ, കണ്ടില്ലേ അല്ലേ ഏറ്റു പറഞ്ഞിട്ടും കല്ലുപോലെ നിൽക്കണത്. കുറച്ച് സെന്റിമെന്റ്സ് ഇറക്കി നോക്കിയതാ. ജെറി, നീ ചെന്ന് കുറച്ച് സെന്റിമെന്റൽ ലോ പോയിന്റ്സ് ഇറക്ക്. കുഴപ്പമാവോ? ഞങ്ങളില്ലേ കൂടെ, ചെല്ലു. എടാ, അന്ന് കോളേജ് കളിച്ച നാടകം പോലെ ആവല്ലേ? കുറ്റം ചെയ്തിട്ട് അത് ന്യായീകരിക്കുമ്പോഴാ കോടതിക്ക് പ്രതിയോട് ദേഷ്യം കൂടുന്ന. ഇവിടെ ഇപ്പൊ ഞങ്ങൾ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിരിക്കുക. സാഹചര്യവും പറഞ്ഞു. ഇനിയിപ്പം വിധി അറിയണ്ടേ. പക്ഷെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഓർക്കണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, അല്ലേ? നോക്കി. അടിശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഏറ്റെന്ന് തോന്നണം. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യും. ഇനി നീ ചെന്ന് കുറച്ച് സെന്റിമെന്റൽ ഭക്തിമാർഗം ഈശ്വര രക്ഷിക്കണേ. അഭിരാമി, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഈ ലോകത്തെ എല്ലാ ദൈവങ്ങൾക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇരുവരും പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി, നിന്റെ പാതിവൃത്യത്തെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം ചെയ്യാം. നിന്നെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്തു പോട്ടെ. കണ്ടോ അഭിരാമി, ഭൂമി പിളർന്നില്ല. ഇനി പറ, ഞാൻ ശുദ്ധനല്ല. ദൈവങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല. പറ അഭിരാമി, പറ. കമോൺ. അവൻ ഓവറാക്കണ്ട്. എന്നാ നീ ചെല്ല്. താമസിച്ച അവൻ നിന്റെ ഇടയിലെ കൂടി പറഞ്ഞാളെ. ചെല്ല്. അഭിരാമിക്ക് ഉരുളാൻ പറ്റും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീണ. ഞാനൊരു പാഠം പഠിച്ചു. പഠിപ്പിക്കുന്ന പോലെ അല്ല വീണ പഠിക്കുന്നത്. കൊല്ലുന്നതും ചാവുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അല്ലേ? ഇനി അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജെറി അതൊക്കെ എടുത്ത് കൊടുത്തേക്കടാ. കൊടുത്തേക്ക്. ഒപ്പിട്ടോളൂ. ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ ഫോമാ. നിറച്ച് മഷിയുണ്ട്. ഇവനാകുമ്പോ ഫീസിൽ റിഡക്ഷനും കിട്ടും. അതെ, നിറച്ചൊപ്പിട്ടോളൂ. അത് പിന്നെ ഈ ദൈവത്തോർത്ത് വേണല്ലോ തുടങ്ങാൻ. ഇതോ? അഭിരാമി ഒപ്പിടട്ടെ. നമ്മുടെ പേന അഭിരാമി. ഇപ്പോ രാഹുകാലല്ലേ, നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല. വീണ ഇടട്ടെ. വീണ അല്ല, ഏറ്റവും മൂത്താളനെ തുടങ്ങട്ടെ. തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. കൊടുത്തോളൂ. ശരി, എന്നാ തലയിട്ടോളൂ. അല്ല, ഞാൻ നേരത്തെ തന്നെ ഒപ്പിട്ടതായിരുന്നല്ലോ. എന്നാ ആരെങ്കിലും ഒന്ന് ഇട് ഒപ്പ്. എടാ മണ കൊണാഞ്ചന്മാരെ, ഇവര് പറയാതെ പറയുന്നത് നിനക്ക് ഇനിയും മനസ്സിലാകുന്നില്ലേ? എടാ, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു കടലാസിൽ ഒപ്പിട്ടിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ പോകുന്നതല്ലാന്ന് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലേ? എന്താ, ശരിയല്ലേ? മഷിയൊന്നുമില്ല. എന്തിനാ പറയാതെ വന്നത്? അപ്പോഴേ നമ്മുടെ റൂം ഞാൻ എടുക്കാൻ പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ റൂം എടുത്തോ. ഞങ്ങൾ അതെങ്ങനെ പറയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അച്ചായൻ വേറെ റൂം എടുത്തോ, ഞങ്ങൾക്കും വേറെ റൂം. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ, വേറെ റൂം എടുത്തിട്ട് വേഗം വരാമേ. ദേ പോയി താ വന്നു. മതിയടാ, ബാക്കി റൂമില് കുറച്ചു നേരം ഭാര്യയുടെ കൂടെ നിന്നാ മതി. അപ്പം ചെയ്തു. എന്റെ ദൈവം, എന്തൊക്കെയായിരുന്നടാ. ഒരു വലിയ ടെൻഷൻ ഒഴിഞ്ഞു കിട്ടുമ്പോൾ ഉള്ള സുഖമാണ് മാരീഡ് ലൈഫിന്റെ ഏറ്റവും വലിയ സുഖം. സത്യം. ഇവിടെ ഇവിടെ തന്നെ അവിടെ അല്ലേ? ഞാൻ കണ്ടല്ലേ, ഞാൻ ഇവിടെ കളഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നു. ഓ, മാറിപ്പോയി. അപ്പുറത്താ കളഞ്ഞത്. ഹലോ,
ഹലോ, നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് മനസ്സിലായി. എന്താ സുഖല്ലേ? ഐ തിങ്ക് ടുഡേ. അതെ, ഞങ്ങൾ പോവാൻ തുടങ്ങിയായിരുന്നു. പോട്ടെ, ഓൺ ദ വേ. തിരക്കുണ്ടതാ. ഒന്നെന്നെ എന്താ ഒരു പരിങ്ങല്? നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളിവിടെ മുറിയെടുത്തു 311. അയ്യോ, നമ്മുടെ ഓപ്പോസിറ്റ്. ചടങ്ങ് കഴിയുന്നവരെ ഞങ്ങൾ ഇനി ഇവിടെ തന്നെ കാണും. ചടങ്ങോ? ഏത് ചടങ്ങ്? വിവാഹം. കുട്ടികളെ, വിവാഹ ജീവിതം തരുന്ന സന്തോഷത്തിനും സന്തോഷത്തിനും തതുല്യമായി വേറെ ഒന്നുമില്ല. അതെ, ആരെയാ കല്യാണം കഴിക്കാൻ പോണേ? ഫ്രം ഗോവ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഓ, ടിടി ഫ്രം ഗോവ. നാടകം കളിക്കാം. ഓ, നാടകം കളിക്കാണോ? എടാ, നാടകക്കാരനാണ്. ഓ, നടനോ? ഏതാ നാടകം? കൊലസുരഭി. നമ്മൾ തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ സിയുടെ മുന്നിൽ വെച്ച് നിങ്ങളല്ലേ ഒക്കെ തീരുമാനിച്ചത്? ചോയ്സിൽ വെച്ച് വ്യാഴാഴ്ച വിവാഹമാണെന്ന് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നാളെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എത്തും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ എന്തൊക്കെയാ പറഞ്ഞു? ഞങ്ങളുടെ ലൈഫ് വെച്ച് കളിച്ചിട്ട് ആരും അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട. സിസ്റ്റേഴ്സ്, ഞങ്ങളില്ലേ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. ആണല്ലേ? ചതിക്കരുത്, ഞങ്ങൾ രക്ഷിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം മറക്കാം. ആണോ? വെറുതെ പേടിച്ചു. ഒരു 2 കോടി രൂപ വേണം. ഒന്നുകിൽ വിവാഹം, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട തുക 2 കോടി. ഒന്ന് പോടി. ഞാൻ ആരാണെന്നറിയോ? അഡ്വക്കേറ്റ് ജെറി. ഭീഷണിപ്പെടുത്തി കാശ് തട്ടിയെടുക്കാൻ നോക്കിയാലേ എല്ലാം അഴിയണം. ഇവിടെ ഗോവയിലല്ല, അങ്ങ് ദൂരെ പൂജപ്പുരയില്. പൂജപ്പുരയിലും ഗോവയിലും ആരഴിയണ്ണാൻ പോണേ നമുക്ക് കാണാം. പണിയായി. ഹലോ ഹലോ, CA ഇമ്രാൻ ഖാൻ സാറല്ലേ? സാർ, ഞാൻ സാനിയ. അന്ന് സ്റ്റേഷനില് മലയാളികൾ വ്യാഴാഴ്ച വിവാഹം നടക്കുന്ന. മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാവും അവിടെ. നാട്ടിൽ നിന്ന് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടായോ? എങ്കിൽ പറഞ്ഞോളൂ. എതിർക്കുന്നവരൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഈ ഇമ്രാൻ അവിടെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. കേട്ടല്ലോ, രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും കരുതണ്ട. വാച്ച് ചെയ്യാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അല്ല, അതെ, ഒരു കാര്യം പറയട്ടെ. അതെ, മറ്റേ കുട്ടിയുടെ പേര് മറന്നുപോയല്ലോ ദൈവമേ. ഈ ഇഷ്യൂ ഒക്കെ നമുക്ക് ഭാര്യമാരോട് തുറന്നു പറയാടാ. പോടാ, എന്നിട്ട് വേണം എന്റെ അഭിരാമി ആത്മഹത്യ ചെയ്യാൻ. സത്യം മുഴുവൻ തുറന്നു പറയാന്ന് വിചാരിച്ചാൽ അവര് വിശ്വസിച്ചൊന്നും വരില്ല. അതെ, ശരിയാ. ഇനി അവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാവും തോന്നുന്നില്ല. എടാ, നിന്റെ വക്കീൽ ബുദ്ധിയിലൊന്നും. ഒരു വഴിയുണ്ട്. എന്താ? നീ വാ, നമുക്ക് ആലോചിക്കാം. അതെ, ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് ആലോചിക്കാം. എന്താ? ബിസ്ക്കറ്റ് വേണ്ട. ചില ബിസ്ക്കറ്റിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് പത്രത്തിൽ വായിച്ചാടിയെന്ന് ഓർക്കുന്നു. മദ്യപാനം അയ്യോ, കട്ടറ്റിയും മാംസം കഴിച്ചാൽ മനുഷ്യരിൽ മൃഗസ്വഭാവം വരും. ഹലോ. ഈ ചായ ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞ വേറെ ചായ പറയാം. ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. ചായ അല്ലാതെ മറ്റൊന്നും എന്റെ മക്കളെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണം. ഇച്ചാനോടൊരു കാര്യം എന്താ പറയൂ? എന്താണെന്ന് പറയും കുട്ടി. എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നും കൂടത്തിന് കേൾക്കാൻ പറ്റാത്ത ഒരു രഹസ്യം എനിക്ക് കേൾക്കണ്ട. അതൊക്കെ ഞാൻ നിർത്തി. എന്താ കഥകളി കളിക്കുന്നത്? കാര്യം പറയാനിയാ? എന്താ ഗോവിന്ദ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് 3 പേർക്ക് ഒന്നും പറയാനില്ല. എന്നാ ചെല്ലു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കിടാനുണ്ട്. ഞങ്ങൾ കഴിച്ചതാ, വയറ് നിറഞ്ഞാണേ. താങ്ക് യു. ദുശീലങ്ങളൊന്നും വേണ്ടാട്ടോ. കൊട്ടേഷൻ കൊടുത്ത് കൊല്ലൂടെ കൊലും കുത്തി. ഇവരുടെ ഒരു കാര്യം. ചായ കുട്ടികള് ആരോഗ്യം നശിപ്പിക്കുമെന്ന് എനിക്ക് പേടി. മദ്യപാനമേ. എന്റെ പോക്കത്തിലാണോ നീ കാണിക്കുന്നത്? താമലി ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഇക്കണ്ട കുരുക്കുകളിലെ കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പൊ ഭാര്യയെ കിട്ടിയപ്പോ ലോകത്ത് വേറെ ആരെയും വേണ്ട. ഭൂമിയിലും കടലിലും ഇല്ലാതായിട്ട് നിൽക്കുക ഞങ്ങൾ. ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് ബിക്കറ്റും കട്ട്ലറ്റും ഒക്കെ കൊടുത്ത് സ്നേഹിച്ച് ഒന്നും പറയണ്ടേ. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. എന്നാ കൈയോട്. എണീറ്റ് ഒന്ന് കാര്യം പറഞ്ഞു, നല്ലാണെങ്കിൽ കൈ എഴുന്നേക്കാനാ കൈ കൊടുക്കാൻ പറഞ്ഞത്. എടാ, നിങ്ങൾ വന്നപ്പോ ഞാൻ ഭാര്യ വിട്ടിട്ട് നിങ്ങളോടൊപ്പം വരാത്തിന്റെ കാര്യം എന്താണെന്നറിയോ? അത് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. കൂട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് ഭാര്യമാരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഭാര്യമാർക്ക് കൂടുതൽ ഇഷ്ടം. പല ഭാര്യമാർക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഭർത്താക്കന്മാരുടെ കൂട്ടുകാരോടാണ്. ഒന്ന് നിർത്ത്. നമ്മൾ ഈ പെട്ടിരിക്കുന്ന അപകടത്തിന് രക്ഷപ്പെടാൻ ഒരു വഴി പറ. ഇതൊരു കുരുക്കാണ്. വളരെ സൂക്ഷിച്ചു വേണം തഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കടുകെട്ടാവും, ഊരാൻ കൊടുക്കാവും. ഒരു വശത്ത് CA, മറുവശത്ത് സാനിയ ഗ്രൂപ്പ്, മറ്റൊരു വശത്ത് പിശാചുക്കളെ പ്രതികളുടെയൊക്കെ ഭാര്യമാർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മുങ്ങിയാലോ? മുങ്ങുന്നത് കൂടുതൽ അപകടമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഉറപ്പ് സ്പോയിലാവും.
ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗമേ കാണുന്നു. ആ. ആ സർക്കിൾ ഇൻസ്പെക്ടറോട് എല്ലാം തുറന്നു പറയണം. നല്ല ബെസ്റ്റ് ഐഡിയ. കണ്ട പാടെ അയാൾ നമ്മളെ എടുത്തിട്ടിരിക്കും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അയാളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. നമ്മൾ നാളെ രാവിലെ ഭാര്യമാരെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയക്കുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലോ പള്ളിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഉച്ചയോടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഭാര്യമാരുടെ അടുത്ത് നിൽക്കും. അവിടെ നിന്ന് ഈവനിങ് ട്രെയിനിൽ നേരെ നാട്ടിലേക്ക് സംഭവം ക്ലീൻ. അതല്ല, നമ്മള് ഭാര്യമാരുടെ കൂടെ ഒരുമിച്ച് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നില്ലേ? അയ്യേ, അതിന് വിശ്വസനീയമായിട്ടുള്ള ഒരു കള്ളം പറഞ്ഞവരെ വിശ്വസിപ്പിക്കണം. കൊറേ കള്ളം പറഞ്ഞതിന്റെ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. എടാ പുല്ല്, ഇത് നമുക്ക് എല്ലാവർക്കും നല്ലത് വരാനുള്ള നമ്മുടെ അവസാനത്തെ കള്ളം, ഒടുക്കത്തെ കള്ളം. ഭാര്യമാരെ പറ്റിച്ചവരുടെ പ്രായച്ചിത്തമായിട്ട് ഗോവയിലെ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ പോയി കുമ്പസരിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെ കാച്ചേക്കണം. പാവം ഭാര്യമാരല്ലാതെ ഒക്കെ വിശ്വസിച്ചോളും. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ്. എന്താ ഉറക്കം വരുന്നില്ലേ? പണ്ടേ അങ്ങനെ സന്തോഷം കൂടുമ്പം ഉറക്കം വരാറേ ഇല്ല. പക്ഷെ ആകെ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ. എന്ത് ടെൻഷൻ? ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സന്തോഷിച്ചതിന്റെ സൈഡ് എഫക്റ്റാ. എന്തിനാ ഞങ്ങളോട് മാത്രം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോവാൻ പറഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പോവാം. പറഞ്ഞില്ലേ, ചെയ്തു കൂട്ടിയ കുഴപ്പങ്ങൾക്കൊക്കെ ചെറിയൊരു പ്രായശ്ചിത്തം ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. ഓ, ഞങ്ങളടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും അല്ലേ? അതെ, അതോടൊക്കെ ശരിയാവും അല്ലേ? ഒക്കെ ശരിയാവണമെങ്കിൽ ഇനി ആ പിള്ളേരുടെ കല്യാണ പ്രശ്നം കൂടി ഒന്ന് തീരണം. പിള്ളേരുടെ കല്യാണോ? അതിന് നമുക്ക് പിള്ളേരില്ലല്ലോ. അല്ല, പിള്ളേര് വേണമല്ലോ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ആലോചിച്ചാലോ? ഈ വെളിച്ചത്ത് ആലോചിച്ച കോൺസെൻട്രേഷൻ